CCC 1373. Where is 1373. Okay. There it says, the last line, it says, He is present most especially in the Eucharistic species. Who is he? Jesus. ഏറ്റവും ഉന്നതമായ രീതിയിൽ ഈശോ ദിവ്യകാരുണ്യ സാദൃശ്യങ്ങളിൽ സന്നിഹിതനായിരിക്കുന്നു. ഓക്കെ. So, which are the other ways, or where else Jesus is present, and why it says that it is most especially is present in the Eucharistic species? ഉന്നതമായ രീതിയിൽ എന്തുകൊണ്ട് ദിവ്യകാരുണ്യ സാദൃശ്യങ്ങൾ? Where else he is present? Say. The Word of God. Where else? Word of God. And അതായത് ദിവ്യകാരുണ്യ സാദൃശ്യങ്ങളിൽ ഉന്നതമായ രീതിയിൽ സന്നിഹിതനായിരിക്കുന്നു. യെസ്. വിച്ച് അതർ സാന്നിധ്യം? ദിവ്യകാരുണ്യ സാന്നിധ്യം, ദിവ്യകാരുണ്യ സാദൃശ്യങ്ങളിലെ യൂക്രിസ്റ്റിക് സ്പീഷീസിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. വിച്ച് അതർ സാന്നിധ്യം? ദൈവവചനത്തിൽ സാന്നിധ്യമുണ്ട്. പിന്നെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഓരോ രൂപങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ക്രൂശിത രൂപം, തിരുഹൃദയത്തിൻ്റെ ഇപ്പോൾ കൂദാശകളും പിന്നെ സാക്രമെന്റ്സ് ആൻഡ് സാക്രമെന്റൽസ് ഒക്കെ, കുരിശുരൂപത്തിൻ്റെ ശക്തി. അപ്പോൾ വെഞ്ചരിച്ച കുരിശുരൂപം, മറ്റ് തിരുസ്വരൂപങ്ങൾ സാന്നിധ്യമുണ്ടോ? ഉണ്ട്. വേറെ എൽസ്? പ്രാർത്ഥനകൾ. പ്രാർത്ഥിക്കുമ്പോൾ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ സന്നിധിയാണ്. അപ്പോൾ ഒരു കൂട്ടായ്മയിൽ ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം സന്നിധനാണ്. വേറെ നമ്മുടെ ഉള്ളിലുണ്ടോ? ഉണ്ടല്ലേ. ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. omnipresent. God is present everywhere. God's omnipresence. Okay. What else? In persona Christi. എന്താണത്? വൈദികർ, ശുശ്രൂഷ പൗരോഹിത്യം. ഓക്കെ. ഈ തിരുപ്പട്ടം എന്ന കൂദാശ സ്വീകരിച്ചിട്ട് ശുശ്രൂഷ പൗരോഹിത്യം ചെയ്യുമ്പോൾ, കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിട്ട്, പ്രതിപുരുഷനായിട്ട് വൈദികരിലൂടെ, അല്ലേ, കൂദാശ വചനം പറയുമ്പോൾ, വേർഡ്സ് ഓഫ് കോൺസെക്രേഷൻ വൈദികൻ ഉച്ചരിക്കുമ്പോൾ, ഓക്കെ, ഇതെൻ്റെ ശരീരമാണ് എന്ന് വൈദികൻ പറയുമ്പോൾ ക്രിസ്തു തന്നെയാണ് പറയുന്നത്, അല്ലേ. ദിസ് ഈസ് മൈ ബോഡി, ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. കാണാനായിട്ട്. യെസ്. ഈശോയുടെ സാന്നിധ്യം, അതായത് ദൈവം അനുവദിക്കാതെ മനുഷ്യന് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റില്ല. യെസ് ഓർ നോ? സോ പല വിധത്തിൽ ഗോഡ് ഈസ് മേക്കിംഗ് ഹിംസെൽഫ് പ്രസൻറ്റ് ടു അസ്. ഗോഡ്സ് പ്രസൻസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. പക്ഷെ ആർക്കാ വേണ്ടതൊക്കെ? ഇന്ന് ഇതിനെപ്പറ്റിയൊന്നും ആഗ്രഹിക്കാനോ ചിന്തിക്കാനോ സംസാരിക്കാനോ ആൾക്കാർക്ക് നേരമില്ല, സാവകാശമില്ല, ഇൻട്രസ്റ്റും ഇല്ല. ഇത്രയും വലിയ ദൈവം ഈസ് ഗിവിങ് അസ് സോ മെനി ഓപ്പർച്യൂണിറ്റീസ്, ഗിവിങ് അസ് ഹിസ് പ്രസൻസ്. പക്ഷെ നമ്മൾ തേഴ്സ്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ദാഹിക്കുന്നുണ്ടോ? ഈ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ തട്ടിത്തെറിപ്പിച്ചിട്ട് ജീവിക്കുമ്പോൾ പിന്നെ ചെന്ന് പെടുന്നത് ദുഷ്ടാരൂപികളുടെ കയ്യിലാണ്. അവരാണെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എസ്പെഷ്യലി ക്രിസ്ത്യാനികളെ കിട്ടാൻ വേണ്ടി. അപ്പോൾ ദൈവം തരുന്ന ദാനങ്ങൾ സ്വീകരിച്ച് ദൈവത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവികമായിട്ടൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നത്തിനും നമ്മളെ കീഴടക്കാൻ പറ്റില്ല. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അപ്പോൾ ഓരോ ക്രിസ്ത്യാനിയും ലോകത്തെ കീഴടക്കാൻ പറ്റുന്നവളാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പവറിൽ ജീവിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, when God gives his presence, we should take it and live in that presence. മരിച്ചു കഴിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ അതിന് മുമ്പ് God is giving us his presence. മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സന്നിധി, സാന്നിധ്യം. CCC 1454. ഓക്കെ. അതിൽ പറയുന്നുണ്ട്, ഈ കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുക്കമായി
ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു ആത്മ പരിശോധന നടത്തേണ്ടതുണ്ടെന്ന്. ഏ കുദാശ കുമ്പസാരം എന്ന കൂതാശ. കുമ്പസാരം. അപ്പൊ ഈ കൂതാശ നടത്തുമ്പോ ആത്മപരിശോധന ഉണ്ട്. ആ ഒരു 5 കാര്യങ്ങൾ ചെയ്യുമ്പോ അപ്പോ ഏതൊക്കെ ദൈവവചനത്തിലൂടെ ദൈവവചനം കുറയുണ്ടല്ലോ. അപ്പൊ ഏത് ദൈവവചനത്തിലൂടെ കടന്നു പോയാലാണ് കൃത്യമായിട്ടുള്ള മനസ്താപം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കുമ്പസാരിക്കാൻ സാധിക്കുള്ളൂ? അതായത് കുമ്പസാരം എന്ന കൂദാശയ്ക്ക് ഒരുക്കം ആവശ്യമാണെന്നുള്ളത് ക്ലിയർ ആണ് അല്ലേ? തിരുസഭ തന്നെ പഠിപ്പിക്കുന്നുണ്ട് നല്ല കുമ്പസാരത്തിന് വേണ്ട 5 കാര്യങ്ങൾ. നല്ല കുമ്പസാരത്തിന് വേണ്ട 5 കാര്യങ്ങൾ ഏതൊക്കെയാ? പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കണം, പാപങ്ങളോട് പശ്ചാത്തപിക്കണം, മേലിൽ പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ ചെയ്യണം, ചെയ്തു പോയ പാപങ്ങൾ വൈദികനോട് ഏറ്റുപറയണം, വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം നിറവേറ്റണം. അപ്പോൾ തിരുസഭ തന്നെ 5 കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കുമ്പസാരത്തിന് ഒരുങ്ങാനായിട്ട്. ഓക്കെ, ഇനി ഈ കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുക്കമായിട്ട് നമ്മൾ ആത്മപരിശോധന നടത്തണം. ഈ 5 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം ഒന്ന് പരിശോധിക്കണം. ആ പരിശോധിക്കുന്നത് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഇങ്ങനെ പരിശോധിച്ചാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. ചിലപ്പോൾ പറയേണ്ടാത്ത പാപങ്ങൾ പറഞ്ഞു പോവും, ചിലപ്പോൾ പറയേണ്ടത് നമ്മൾ വിട്ടുപോകും. അപ്പം എന്ത് വേണം? ഈ ആത്മപരിശോധന നടത്തേണ്ടത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ. ദൈവവചനം എന്താ പറയുക? ആ ദൈവവചനത്തിൻ്റെ ആ ഒരു പ്രകാശത്തിൽ, ആ ഒരു ലൈറ്റിലാണ് നമ്മൾ കുമ്പസാരത്തിന് ആത്മപരിശോധന നടത്തേണ്ടത്. പരിശുദ്ധാത്മാവാണ് സഹായിക്കണേ എൻ്റെ പാപങ്ങൾ ഓർക്കാനും ഏത് പാപം പറയണം. ഇനി കുമ്പസാരത്തിൽ പറയുമ്പോൾ ഏറ്റവും മാരകമായിട്ടുള്ള പാപമാണ് ആദ്യം പറയേണ്ടത്. അങ്ങനെ ആ ഒരു ഓർഡറിൽ പറയണം. അപ്പോൾ എങ്ങനെ പാപങ്ങൾ ഓർക്കണം, എങ്ങനെ പറയണം എന്നുള്ളതൊക്കെ പരിശുദ്ധാത്മാവിന് സഹായമില്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമുക്കൊരു ലൈറ്റ് തരും. ഓ, ഇന്ന ഇന്ന പാപങ്ങളാണ് നിനക്കുള്ളത്, ഇന്ന ഇന്ന പാപങ്ങളാണ് പറയേണ്ടത്. ഈ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപവും അനുതാപവും തരുന്നതും പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കുമ്പസാരത്തിന് ഒരുങ്ങിയില്ലെങ്കിൽ പറയേണ്ടാത്ത പാപങ്ങൾ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കി പറയാം, അല്ലെങ്കിൽ ടു മച്ച് സ്ക്രൂപ്പുലസ് ആയിട്ട് ടു മച്ച് ഇങ്ങനെ പേടിച്ചിട്ട് കഴിഞ്ഞ കുമ്പസാരത്തിലും പറഞ്ഞത് പിന്നെയും പറയാം. അങ്ങനെ കുറേ എന്താ പറയുക, കുറച്ച് ഡിസോർഡർ ആയിട്ടുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നടത്താൻ നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ കൃത്യം ഏത് പാപങ്ങൾ എങ്ങനെ പറയണം, എത്ര അനുതാപത്തോടു കൂടെ പറയണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനോടുകൂടെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലാണ് കുമ്പസാരത്തിന് ഒരുങ്ങേണ്ടത്. അപ്പോൾ ശരിക്കും പറയേണ്ടതായിട്ടുള്ള പാപങ്ങൾ വേണ്ടതായിട്ടുള്ള അനുതാപത്തിൽ നമ്മൾ പറയും. വലിയൊരു ഫ്രീഡം നമുക്ക് കിട്ടും കുമ്പസാരിച്ച് കഴിയും. അപ്പം ഇനി ഏത് ദൈവവചനമാണെന്നുള്ളത്, ഏത് ദൈവവചനമായാലും നമുക്ക് അനുതാപം വരും. പരിശുദ്ധാത്മാവ് നയിക്കുന്നതിനനുസരിച്ച് നമ്മൾ ബൈബിള് തുറന്ന് ഇന്ന ദൈവവചനം എന്നൊന്നുമില്ല, ദൈവത്തിന് ഏത് വചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കും. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടിട്ട് ദൈവവചനം തുറന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. പിന്നെ സങ്കീർത്തനം 51 കുമ്പസാരത്തിന് ഒരുക്കായിട്ട് ചെല്ലുന്നത് നല്ലതാണ്, ശരിക്കും അനുതാപം വരാൻ വേണ്ടി. നമ്മൾ ഇന്നാളൊരു ക്ലാസ്സിൽ കണ്ടു, അല്ലെങ്കിൽ ഇന്നാളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തെന്ത്, നമ്മുടെ വാക്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ദൈവത്തിൻ്റെ വാക്കിൽ തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും നമ്മൾ പറയുന്ന കാര്യത്തിൽ. ദൈവവചനത്തിൽ കൂടെ തന്നെ പ്രാർത്ഥിക്കും. ഓക്കെ, കുമ്പസാരത്തിൻ്റെ ഒരുക്കായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വിളിച്ചപേക്ഷിച്ച്, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണേ, വെളിച്ചം തരണേ, ഈശോയെ എന്നോട് സംസാരിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ ബൈബിള് തുറന്ന് ഒരു വചനം എടുക്കുകയാണെങ്കിൽ, ഒരു വചനം എന്ന് പറഞ്ഞാൽ കൃത്യം ഒരു സെൻറ്റൻസ് അല്ല, ഒരു പാസേജ്. അപ്പോൾ കൃത്യം നമുക്ക് കുമ്പസാരത്തിന് ഒരുങ്ങാനുള്ള വെളിച്ചം കിട്ടും. അങ്ങനെയാണ് കുമ്പസാരിക്കുന്നത്. In the anointing of the sick, CCC 1502 1502 അതിൽ പറയുന്നുണ്ട് that illness is mysteriously linked to sin and evil. അപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ദാറ്റ് ഈ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നതിന് മുമ്പ് നമ്മളിതൊരു ഡെലിവറൻസ് ചെയ്താൽ പകുതി നമ്മളുടെ രോഗങ്ങൾ മാറിപ്പോകേണ്ടതല്ലേ? വേറൊരു ദൈവജനം എനിക്ക് ഓർമ്മ വന്നത് വൈദ്യന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഈശോ ആണ് ആ വൈദ്യൻ അവിടെ പറയുന്നത്. ഈശോ വൈദ്യനുണ്ട്, പക്ഷെ വൈദ്യന്റെ സഹായം തേടണമെന്ന് ദൈവജനം പറയുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും കാണും.
ഡോക്ടറെ അടുത്തേക്ക് പോവാതിരിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഇവിടുത്തെ ഈ കോണ്ടെക്സ്റ്റിൽ ഇതൊന്ന് വായിച്ചു നോക്കി. ഇതിൻ്റെ ഹെഡിങ് നോക്കുമ്പോൾ രോഗി ദൈവത്തിൻ്റെ മുമ്പിൽ, രോഗി ദൈവത്തിൻ്റെ മുമ്പിൽ എന്നാണ് അതിൻ്റെ ഹെഡിങ്. ഓക്കെ, ചിലർ ചിലപ്പോൾ ഓൾറെഡി രോഗിയായിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ ചോദ്യം ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ തുടക്കം തൊട്ടൊന്ന് വായിച്ചാലോ നമ്പർ. പഴയ നിയമത്തിലെ കാര്യം ആദ്യം പറയണം. പഴയ നിയമത്തിൽ, ഓക്കെ, 1502. പഴയ നിയമത്തിലെ മനുഷ്യൻ രോഗാവസ്ഥയിൽ തൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ നയിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ അയാൾ തൻ്റെ രോഗത്തെപ്പറ്റി വിലപിക്കുകയും ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനായ ദൈവത്തോട് രോഗവിമുക്തിക്ക് വേണ്ടി യാചിക്കുകയും ചെയ്യുന്നു. രോഗം മാനസാന്തരത്തിനുള്ള മാർഗമായി തീരുന്നു, അല്ലേ? രോഗം വരുമ്പോൾ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു മാനസാന്തരമൊക്കെ വരാൻ സഹായിക്കും, അല്ലേ? അപ്പം എല്ലാ രോഗങ്ങളും ഒഴിവാക്കി ചിലപ്പോൾ മാനസാന്തരം വരില്ല. ചിലപ്പോൾ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ബോധപൂർവം ചില പ്രവർത്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ ഒരു രോഗം വരുമ്പോൾ ഒരു പോസാണത്. പോസ് ഫോർ എ വൈൽ. ഓക്കെ, ഇതിങ്ങനെ വന്നത് ഇതുകൊണ്ടായിരിക്കും. നമുക്കൊരു വിചിന്തനത്തിനും ഒരു റിഫ്ലക്ഷനും മനസ്സിൻ്റെ ഒരു അന്തരത്തിനും, അല്ലേ, ഒരു കൺവേർഷനൊക്കെ രോഗങ്ങൾ സഹായിക്കാറുണ്ട്. ചിലർ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്ന രോഗം മാറണം സിസ്റ്റർ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് 100% വിശ്വാസമുണ്ട് ദൈവത്തിന് എല്ലാവരും സുഖമാക്കണം എന്നാണ് ആഗ്രഹം. എനിക്കും ആഗ്രഹമുണ്ട് എല്ലാവരും സുഖമാവണം. അപ്പോൾ ദൈവത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ, എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച രോഗങ്ങൾ സുഖപ്പെടുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അങ്ങനെ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സാധാരണ പറയാറ്, ദൈവമേ നിൻ്റെ ഇഷ്ടം, ദൈവഹിതപ്രകാരമുള്ള ഹീലിംഗ്. ഇപ്പോൾ ഈ ഹീലിംഗ് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഈ വ്യക്തിക്ക് ഏറ്റവും ബെസ്റ്റ് ആണെങ്കിൽ അത് നടക്കട്ടെ. ചിലപ്പോൾ അത് നടന്നാൽ ശരിയാവില്ല. ചിലപ്പോൾ മാനസാന്തരം വരണ്ടേ, സ്വർഗത്തിൽ പോകണ്ടേ? ഇവിടെ ആരോഗ്യമായിട്ട് ജീവിച്ചിട്ട്, ആരോഗ്യസ്ഥിതിയിൽ ജീവിച്ചിട്ട് മാനസാന്തരം വരാണ്ട് നരകത്തിൽ പോയാൽ, അല്ലേ? അപ്പോൾ രോഗം മാനസാന്തരത്തിനുള്ള മാർഗമായിട്ട് തീരാറുണ്ട്. ദൈവം നൽകുന്ന പാപമോചനം സുഖപ്പെടലിൻ്റെ ആരംഭമായി തീരുന്നു. അപ്പോൾ പാപം മോചിപ്പിക്കപ്പെടും. നമ്മൾ ഗോസ്പെലിലൊക്കെ കാണും, തളർവാദ രോഗി വന്നിട്ട് നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. എന്നിട്ട് നിന്റെ കിടക്കി എടുത്ത് പോവാം. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പാപമോചനം സുഖപ്പെടലിൻ്റെ ആരംഭം. അതായത് ഒരാൾക്കൊരു രോഗം വരുമ്പോൾ പല ഫാക്ടേഴ്സും ഉണ്ട്. ശാരീരികമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവാം, മെൻ്റലായിട്ടുള്ള ടെൻഷനോ അതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു ഫാക്ടേഴ്സ് ഉണ്ടാവാം, ആത്മീയമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ഈ ഡെലിവറൻസ് ഒക്കെ നടക്കുമ്പോൾ, പാപമോചനമൊക്കെ സംഭവിക്കുമ്പോൾ ആത്മീയ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. പിന്നെ വേറെ ഫാക്ടേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് പിക്ചർ നമ്മൾ കാണുകയാണെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും. എന്നിട്ടാണ് പറയുന്നത് രോഗം പാപത്തോടും തിന്മയോടും നിഗൂഢമായ വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ നിയമമനുസരിച്ച് അവിടുത്തോട് കാണിക്കുന്ന വിശ്വസ്തത ജീവനെ പുനഃസ്ഥാപിക്കുന്നുവെന്നും ഇസ്രായേൽ അനുഭവിച്ചറിഞ്ഞു. ഈ പാപജീവിതത്തിൽ നിന്നൊന്ന് മാറുമ്പോൾ, തിന്മയോടൊക്കെ നോ പറയുമ്പോൾ കുറേയൊക്കെ ആരോഗ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവത്തോടുള്ള വിശ്വസ്തത ജീവനെ പുനഃസ്ഥാപിക്കും. ഇപ്പോൾ രോഗം എന്നൊക്കെ പറയുമ്പോൾ ജീവൻ്റെ ഇതിന് എന്തൊരു പെശക് പറ്റുകയാണ്, അല്ലേ? അപ്പോൾ ദൈവത്തോടൊന്ന് വിശ്വസ്തത കാണിച്ചു വയ്ക്കുക, എന്ന് പ്രാർത്ഥിച്ചൊക്കെ ഒരു ഡെലിവറൻസ് കിട്ടി വയ്ക്കുക, കുറേയൊക്കെ പുനഃസ്ഥാപിക്കപ്പെടും. പക്ഷെ ഓൾറെഡി ഡാമേജ് വന്നു പോയാൽ ചിലപ്പോൾ അതിന് ഫിസിക്കലായിട്ട് ഡോക്ടറുടെ സഹായത്തോടു കൂടെ ട്രീറ്റ്മെൻറ്റും ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അങ്ങനെ വേണ്ടാത്ത സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് രോഗം സുഖപ്പെടണം, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയല്ല, രോഗം സുഖപ്പെടണം, അതിനോടൊപ്പം നിത്യജീവൻ കിട്ടണ്ടേ, ഈശോയായിട്ടുള്ള ബന്ധത്തിൽ വളരണ്ടേ, അങ്ങനെ വേറെ കുറേ ഫാക്ടേഴ്സുണ്ട്. തിന്മ പോണ്ടേ, ഗ്രേസിൽ ജീവിക്കണ്ടേ. അപ്പോൾ ഈ രോഗത്തിനോട് ബന്ധപ്പെട്ട് വേറെ കുറേ ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഗുഡ്. ആദ്യം ഈ പാപമോചനം അല്ലെങ്കിൽ ഡെലിവറൻസ് എന്നൊക്കെ പറയുന്നത് ദാറ്റ്സ് ഗുഡ്. ഏറ്റവും ആദ്യം അത് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ പോയി, ഇനി വേറെ അതിൻ്റെ ബാക്കി ഇനി ഡോക്ടറെ കൈകൊണ്ട് എന്തെങ്കിലും സുഖമാക്കപ്പെടും, ഡോക്ടറിലൂടെയും ദൈവം പ്രവർത്തിക്കും. അപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ആയി. അല്ല, അത് ശരിയാ, വെരി ട്രൂ.
ഇനി ചിലപ്പോൾ സ്പിരിച്വൽ ഡെലിവറൻസ് അല്ലെങ്കിൽ പാപമോചനം സംഭവിച്ചില്ലെങ്കിൽ എത്ര ശാരീരികമായി മെഡിസിൻ അപ്ലൈ ചെയ്താലും ഗുളിക ചെയ്താലും ചിലപ്പോൾ രോഗസുഖാവില്ല. ഗുഡ്. അപ്പോൾ ഈ ഫിസിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഫലിക്കണമെങ്കിൽ ആദ്യം ഈ ആത്മീയ കാര്യം ചെയ്താൽ ഇറ്റ് ഈസ് ഗുഡ്. ആൾക്കാർ ചിലപ്പോൾ പറയുന്നത് കേട്ടിട്ടില്ലേ, എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് സുഖമാവണില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം, ഒരു ഡെലിവറൻസ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു പാപമോചനം ആവശ്യമുണ്ട്. ചിലപ്പോൾ ഒന്ന് നന്നായി കുമ്പസാരിച്ചാൽ ഈ ട്രീറ്റ്മെൻറ്റിനോട് സഹകരിക്കാൻ പറ്റും.